നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് കച്ചമുറിക്ക് വന്നപ്പോ നീ അങ്ങ് പേടിച്ചു പോയല്ലേ ഇന്ദിര? അവളും അവളുടെ ആൾക്കാരും കിട്ടിയ അവസരം മുതലാക്കുക. തപ്പ് കൊട്ടിക്കൊടുക്കാൻ ഭാനുവമ്മയും. പക്ഷെ അവർക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത അമ്മയല്ലേ. എനിക്ക് തോന്നുന്നത് വിച്ചുമോനെ അവർ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോട്ടെ എന്ന് അമ്മ വിചാരിച്ചു കാണുമെന്നാ. എടാ, ഞാൻ അങ്ങനെ വിചാരിക്കോ ഇന്ദിര? പിന്നെ കുഞ്ഞ് നമ്മുടെ കയ്യിലിരുന്ന ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അവനെ വിട്ടുകിട്ടാൻ അവള് കോടതിയിൽ പോയി വിച്ചുമോന്റെ അച്ഛൻ നീയല്ലാന്ന് വരെ പറഞ്ഞു കളയും. അങ്ങനെ ഒരു മത്സരത്തിന് നമ്മൾ നിൽക്കണ്ട ഇന്ദിര. മോനെ, ഇപ്പൊ അവളങ്ങ് എടുത്തോട്ടെ. അല്ല, അവൻ നിന്റെ ചോരയല്ലേ. ബുദ്ധി ഉറയ്ക്കുമ്പോ അവൻ നിന്നെ തേടി ഇങ്ങോട്ട് വരും. അതുവരെ ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ? എനിക്ക് വേറെന്താ ഉള്ളത്? അത് മാത്രമല്ല, അവളുടെ മുമ്പിൽ ഞാൻ തോൽക്കുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ആ ദയയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനടക്കം എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിന്നെ അവരെ എന്ത് ചെയ്യാനാ ഇത്ര? നീ ഒരിക്കലും തോക്കാൻ പോണില്ല. അതെ, നിന്നെ അവള് വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പ് നീ അവളെ വേണ്ടാന്ന് വെക്കേ. അതിനെ ആദ്യം അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. നാളെയെങ്കിൽ നാളെ അത് ചെയ്യണം ഇന്ദിര. നിന്റെ അമ്മ അടിച്ചതിന്റെ പേരിൽ അത്രയെങ്കിലും ചെയ്താലേ നീ ജയിച്ചു എന്ന് പറയാൻ പറ്റൂ. വിച്ചുമോനും കൊണ്ട് അവരെല്ലാവരും അവിടെ വന്ന് നിന്നാ എങ്ങനെ അവരെ ഇറക്കി വിടാൻ പറ്റുമേ? നീ വീടൊഴിഞ്ഞു എന്നും പറഞ്ഞ് എല്ലാവരും പുറത്തേക്കാക്കി വീട് പൂട്ടണം എന്തിനാ? വേണമെങ്കിലേ ഞാനും നിന്റെ ഒപ്പം വരാം. താക്കോല് വാങ്ങിക്കാൻ അവസരയും കൂട്ടി വിജയനോടും വരാൻ പറയാം. എല്ലാം അങ്ങ് ഒരുമിച്ചങ്ങ് തീരട്ടെ. നീ ഇനി ഒരു ദയ അവളോട് കാണിക്കേണ്ട കാര്യമില്ല ഇന്ദിര. നീ ഇവിടെ വന്ന് അവളോട് താമസിക്കാൻ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ലല്ലോ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അതേക്കുറിച്ചൊരു വാക്ക് സംസാരിക്കാൻ അവരുടെ ബന്ധുക്കളും തിരക്കി വന്നിട്ടില്ല. അനന്തമാഷടക്കം ഇവിടെ എല്ലാവരും ക്യാമ്പുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? അതെ, എല്ലാവരും ഉണ്ട്. അവരൊക്കെയായിട്ട് ചർച്ചയ്ക്കിരുന്നാൽ അവരുടെ ഭാഗത്ത് ന്യായം കൂടി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടി. ശരി, അങ്ങനെയാണെങ്കിൽ തൽക്കാലം നീ എങ്ങോട്ടും പോകണ്ട. അല്ലാതെ തന്നെ അനുപമ വീടൊഴിഞ്ഞു പോവും നാളെ തന്നെ. നീ ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആരാ? ആ ചേട്ടാ, നമസ്കാരം. എന്താ കാര്യം? ചേട്ടാ, ഞാനിവിടെ ഒരാളെ തിരക്കി വന്ന. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ എന്നാ. ആരെ തിരക്കി വന്ന? ഞാനേ ഒരു ഡോക്ടർ രാഹുലിനെ തിരക്കി വന്ന. പുള്ളിക്കാരനെ ഇവിടെ എവിടെയോ ഒരു ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ നമ്പരൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അതിന് വിളിച്ചു ചോദിച്ചാ പോരെ? ഇപ്പൊ ആള് സ്ഥലത്തില്ല. മെഡിക്കൽ ക്യാമ്പിന് വയനാട്ടിലോ മറ്റോ പോയിരിക്കുക. അവിടെയാണെങ്കിൽ ഫോണിന് റേഞ്ചും ഇല്ല. അപ്പൊ സ്ഥലത്തില്ലാത്ത ആളെ തിരക്കി വന്നിട്ട് എന്താ കാര്യം? അപ്പോ ഈ ഡോക്ടർ രാഹുലിനെ ചേട്ടൻ അറിയോ? ഡോക്ടർമാരായിട്ട് ഇവിടെ കുറെ പേരുണ്ട്. എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല. ശരിയെന്നാ.
ഗോകുൽ അളിയ അരുൺ, നീ എന്താടാ ഇവിടെ? ഞാൻ ഇവിടെ താമസിക്കുന്നേ. ഞാൻ ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടാ. അത് ശരി. ചേട്ടന്റെ അളിയന്റെയും മെഡിക്കൽ സ്റ്റോറിന്റെയും ലാബിന്റെയും ചാർജ് എനിക്കാ. ഓ, എനിക്കും ചില സ്റ്റാഫിന് ഇവിടെ അക്കോമഡേഷൻ. അടിപൊളി അളിയ. ഇത്രയൊക്കെ അടുത്തുണ്ടായിട്ടും നിനക്കെന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. Sorry. ഞാനാണെങ്കിൽ ഈ ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അന്വേഷിച്ച് നടക്കുക, അറിയോ? എന്താ കാര്യം? നീ ഇവിടെ ഫ്ലാറ്റ് നോക്കുന്നുണ്ടോ? ആ, ഒന്ന് നോക്കുന്നുണ്ട്. നോക്കിയാ കൊള്ളാന്നുണ്ട്. എടാ, നമുക്ക് വൈകിട്ട് ഇടയ്ക്കൊന്ന് കൂടാനൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസ് ആവുമല്ലോ. അതെ, ഇവിടെയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ്. മിക്കവാറും പല ഫ്ലാറ്റുകളും ബാച്ചിലേഴ്സാ, അതും വെൽ എഡ്യൂക്കേറ്റഡ് ടീംസ്. PG സ്റ്റുഡൻസും ഡോക്ടേഴ്സും അങ്ങനെ മെഡിക്കൽ ഫീൽഡിലുള്ള സകലരും ഉണ്ട് ഇവിടെ. ഓ, ഈ ആൺപെൺ വ്യത്യാസമില്ലാതെ മിക്സഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും അല്ലേ? അതെ അതെ, അത്തരം വേദന ഒന്നും ഇവിടെ ഇല്ല. പലരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരല്ലേ. ലിവിങ് ടുഗദർ ആണ് ഇപ്പൊ ഇവിടുത്തെ ട്രെൻഡ് അളിയാ. അതും ഒറ്റയ്ക്കല്ല, മിക്കവാറും ഇവിടെയുള്ള എല്ലാവർക്കും ഒരു കൂട്ടുണ്ട്. എടാ, ഞാൻ ശരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്കൊരാളെ കുറിച്ച് അറിയാൻ വേണ്ടി. ഒരു ഡോക്ടർ രാഹുൽ. പുള്ളി ഇവിടുത്തെ ഒരു നിത്യസന്ദർശകനാ. ഈ ഡോക്ടർക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്കണം. എടാ, ഇവിടെ വന്നു പോകുന്നവരെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. പ്രത്യേകിച്ച് പേര് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഫോട്ടോ വല്ലതും ഉണ്ടോ നിന്റെ കയ്യിൽ? ആ, കാണിക്ക്. ആ, ഇത് നമ്മുടെ മൃദുല ഡോക്ടറുടെ കക്ഷിയല്ലേ? യെസ്, അത് തന്നെ. ഈ ഡോക്ടറെ കുറിച്ച് നീ എന്തിനാ അന്വേഷിക്കുന്നേ? അത് എനിക്കൊരു കാര്യമുണ്ടായിരുന്നേ. ആ കാര്യം നിന്നോട് ഞാൻ പിന്നെ പറയാം. ഈ രാഹുലും മൃദുലയും തമ്മിൽ എന്താ കണക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിവിങ് ടുഗദർ. ഓക്കേടാ, എന്നാ നീ വിട്ടോ. ഇനി ഞാൻ വരുമ്പോ നിന്നെ വിളിക്കാം. ശരിടാ. ഓക്കേടാ, താങ്ക് യു. ഓക്കെ. രാഹുലും മൃദുലയും തമ്മിൽ എന്താ കണക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിവിങ് ടുഗദർ.